ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു നെയ്മീൻ കറി തയ്യാറാക്കിയാലോ. ഇത് നമുക്ക് മുന്തിരിവള്ളികൾ തളിർക്കുന്നു എന്ന സിനിമയിൽ ലാലേട്ടൻ ലില്ലിക്കുട്ടിയോട് ഉണ്ടാക്കാൻ പറഞ്ഞ അതേ നെയ്മീൻ കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ നെയ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, 2 സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കുറച്ച് എന്നിവ ആദ്യം എടുത്തു വയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 3 കാശ്മീരി മുളകും 2 സാധാരണ ഉണക്കമുളകും ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർ കുറച്ചുകൂടി മുളകെടുക്കാം. ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം ഇതുപോലെ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരുവിധം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ആദ്യം ചേർക്കാം. ചെറിയുള്ളി ചേർത്ത് അതിനോടൊപ്പം തന്നെ നമുക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മുളകിൻ്റെ പേസ്റ്റ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കുടംപുളി ആണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരു 3 പീസ് കുടംപുളി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിയോടുകൂടി തന്നെ നമ്മൾ അതിലേക്ക് ഇടുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഓരോരോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കോട്ടയം സ്റ്റൈലിലുള്ള മീൻ കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ലപോലെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം നന്നായിട്ട് മീൻ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിത് വാങ്ങി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.